ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രഹരശേഷിയിൽ ശത്രുരാജ്യം പോലും തോൽവി സമ്മതിക്കുമ്പോൾ കോൺഗ്രസിന് മാത്രം സൈന്യത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. ഓപ്പറേഷൻ സിന്ധൂർ നടന്നപ്പോൾ ബങ്കറിൽ ഒളിക്കുവാൻ പാക് സൈന്യത്തിന്റെ ഉപദേശം ലഭിച്ചിരുന്നുവെന്ന് പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഇവിടെ കോൺഗ്രസ് പറയുന്നതാകട്ടെ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ പരാജയപ്പെട്ടു എന്നാണ്. നമ്മുടെ സൈന്യം ശക്തമായ തിരിച്ചടി നൽകി ശത്രുവിനെ വിറപ്പിച്ചപ്പോൾ ഇന്ത്യൻ വിമാനങ്ങൾ വെടിയേറ്റു വീണെന്നും വ്യോമസേന തകർന്നെന്നും വ്യാജ പ്രചരണം നടത്തി പാകിസ്ഥാന് വേണ്ടി വാദിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. ശത്രുരാജ്യം പോലും ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രഹരശേഷിയെ ഭയക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്താനാണ് കോൺഗ്രസും അവരുടെ നേതാവ് രാഹുൽ ഗാന്ധിയും ശ്രമിച്ചത്. പുൽവാമ മുതൽ ഓപ്പറേഷൻ സിന്ധൂർ വരെ എക്കാലവും പാകിസ്ഥാന്റെ ശബ്ദമായി മാറുന്ന കോൺഗ്രസ് ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? സ്വന്തം സൈന്യത്തെ അവിശ്വസിക്കുകയും ശത്രുവിനു വേണ്ടി കള്ളപ്രചരണം നടത്തുകയും ചെയ്യുന്ന ഈ രാഷ്ട്രവിരുദ്ധതയെ ജനങ്ങൾ തിരിച്ചറിയണം. ശത്രുക്കൾ ഭയന്നോടുമ്പോൾ അവരെ ന്യായീകരിക്കുന്ന കോൺഗ്രസിനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് ജനം തീരുമാനിക്കട്ടെ.